ഭാര്യയോട് ഒരാൾ ഇൻഡീസെന്റ് ആയി പെരുമാറിയാൽ അയാളെ തല്ലാൻ പോകുന്നതായിരിക്കണം അടുത്ത സീൻ എന്നുള്ള ഫിലിം ഗോവേഴ്സിന്റെ എക്സ്പെക്ടേഷൻ ഉള്ള ഈ കാലത്തും ഇങ്ങനെ ഒരു സീൻ നമ്മൾ കാണുമ്പോൾ എന്തൊക്കെയായാലും ഈ ലോകത്തിന് ഓരോ പെണ്ണും ഒരു ഇരയാണ്, വെറും ഒരു ഇര. അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ സെക്സ് വർക്കറായി മാറിയ സൂസൻ ഹർഷേട്ടനെ വീണ്ടും കാണുമ്പോൾ പറയുന്ന ആ ഡയലോഗും, പിന്നെ ദൈവവിളി കിട്ടി മടത്തിച്ചേർന്ന സൂസനും ആ സൂസനെ ഇഷ്ടപ്പെടുന്ന ഡേവിസും പിന്നീട് തിരുവസ്ത്രം ഊരാൻ സൂസൻ ഒരു കാരണം ഉണ്ടാവുകയും അങ്ങനെ തിരുവസ്ത്രം ഊരി നിൽക്കുന്ന സൂസനെ പ്രൊപ്പോസ് ചെയ്യുന്ന ഡേവിസും ഇങ്ങനെയുള്ള ഒരുപാട് കഥകളും കഥാപാത്രങ്ങളും കാണുമ്പോൾ മോഡേൺ കാലത്തിലെ ഇമോജി ഇടാനുള്ള ഇമോഷണൽ സെൻസിറ്റിവിറ്റി മാത്രമേ നമുക്കുള്ളൂവെങ്കിൽ KG ജോർജ് സിനിമകൾ കാണാതിരിക്കും. ഈ പറയുന്ന ഞാനും പണ്ട് TV-യിൽ KG ജോർജ് സിനിമകൾ കാണുമ്പോൾ അവാർഡ് സിനിമകൾ ഇതെന്താണ് എന്ന് മനസ്സിലാവാതെ ചാനൽ മാറ്റിയ ഒരാൾ തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ ഒരു ഇമോഷണൽ സെൻസിറ്റിവിറ്റിയോ അല്ലെങ്കിൽ നോട്ടീസബിൾ ഇമോഷണൽ മച്യൂരിറ്റിയോ വന്നു കഴിഞ്ഞിട്ട് KG ജോർജ് സിനിമകൾ കണ്ടു തുടങ്ങുമ്പോൾ ആരായിരുന്നു KG ജോർജ് എന്ന് മനസ്സിലായി തുടങ്ങും. 1979-ൽ KG ജോർജ് സാർ ചെയ്ത ഉൾക്കടൽ എന്ന് പറയുന്ന സിനിമയുടെ സിനിമാറ്റോഗ്രാഫർ മണിരത്നത്തിന് പോലും ഇൻസ്പിറേഷനായ സാക്ഷാൽ ബാലു മഹേന്ദ്രയായിരുന്നു. പിന്നീട് 1983-ൽ KG ജോർജ് സാർ ചെയ്ത ലേഖയുടെ മരണം ഫ്ലാഷ് ബാക്ക് എന്ന മോസ്റ്റ് സെൻസേഷണൽ സിനിമയിലെ റിയൽ ലൈഫിലും ആ സിനിമയിലും ലേഖയുടെ മരണത്തിലേക്ക് ലീഡ് ചെയ്ത ഒരു പ്രധാന കഥാപാത്രമായി കാണിക്കുന്നതും ബാലു മഹേന്ദ്രയെ തന്നെയായിരുന്നു. ഇന്നത്തെ കാലത്ത് ഫാൻസ് ചേരി തിരിഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ബുള്ളി ചെയ്യാനും അല്ലെങ്കിൽ ഒരു ഡിഫമേഷൻ കേസിന് പോകാനൊക്കെയോ സാധ്യതയുള്ള ഒരു ഇൻസിഡന്റ് ആയിരുന്നു. അന്ന് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് ഇന്ന് നമുക്ക് വിഷയമല്ല. പറഞ്ഞു വന്നത് ലേഖയുടെ മരണം ഫ്ലാഷ് ബാക്ക് എന്ന സിനിമയ്ക്ക് 100% ഒതന്റിസിറ്റി കൊടുക്കാനായി ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത KG ജോർജ് സാർ. KG ജോർജ് സാറിന്റെ ഫാൻസ് ഇന്റർപ്രറ്റ് ചെയ്യുന്ന പോലെയും അല്ലെങ്കിൽ അദ്ദേഹം തന്നെ പറയുന്നത് പോലെയും അദ്ദേഹത്തിന്റെ സിനിമകളിലെ ഒരു പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് വളരെ റോ ആയിട്ടുള്ള സ്ട്രോങ് ഫീമെയിൽ ക്യാരക്ടേഴ്സും അതുകൊണ്ടുണ്ടാകുന്ന പ്ലോട്ട് ലീഡിങ്ങുമാണ്. നമ്മുടെ സൊസൈറ്റിയിലുള്ള പലതരത്തിലുള്ള സ്റ്റിഗ്മയും എക്സ്പെക്ടേഷൻസും കൊണ്ടും സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന പലതരത്തിലുള്ള ഡിപ്രഷൻ, ആങ്സൈറ്റി, സൈക്കോളജിക്കൽ ചലഞ്ചസ് ഇതിനെല്ലാം ബേസ് ചെയ്തിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ പല സിനിമകളും. പക്ഷേ ഇതൊരു പ്രീച്ചിങ് സ്വഭാവത്തിലല്ലാതെ എങ്ങനെ സിനിമയിൽ അദ്ദേഹം കൺവേ ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സിനിമകളെ മിക്കപ്പോഴും യുണീക്ക് ആക്കുന്നത്. എന്റെ ഒരു ഇന്റർപ്രിറ്റേഷനിൽ കോൺസിക്വൻസസ് എന്താണ് എന്നുള്ളതിന് കൂടുതൽ മുൻതൂക്കം കൊടുത്തായിരുന്നു അദ്ദേഹം അത് പോർട്രേ ചെയ്തത്. അങ്ങനെ കോൺസിക്വൻസസ് ലൗഡായി കാണിക്കുകയും അതിന്റെ കാരണം വളരെ സറ്റിലായിട്ട് കാണിച്ചു പോകുന്ന ഒരു രീതിയായിരുന്നു അദ്ദേഹത്തിന്. അതിന്റെ ഒരു ഉദാഹരണമായിരിക്കും മറ്റൊരാൾ സിനിമ. കൈമൾ സാറിന്റെ ഭാര്യ സുശീല എന്തുകൊണ്ട് ഒരു വർക്ക്ഷോപ്പുകാരന്റെ കൂടെ പോയി എന്നുള്ളത് അതിന് മുന്നേ ഉള്ള പല സീനുകളിൽ നിന്ന് എവിഡന്റ് ആണ്. പക്ഷേ അത് പ്രേക്ഷകൻ ഇന്റർപ്രറ്റ് ചെയ്ത് എടുക്കേണ്ടി വരും. അദ്ദേഹത്തിന്റെ കരിയറിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫിലിംസ് ആയ ആദാമിന്റെ വാരിയൽ, അതിലും ടീനേജ് പ്രായത്തിലുള്ള ഒരു പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ എന്തുകൊണ്ട് അവൾ പോയി എന്നുള്ളത് പല സീനുകളിൽ നിന്ന് വ്യക്തമാണ്. സ്വപ്നാടനം, ഇരകൾ, മേള, യവനിക, അങ്ങനെ ഒരുപാട് ക്ലാസിക് സിനിമകൾ. KG ജോർജ് സാറിന്റെ കരിയറിൽ ഒരു ലൗഡ് കാരിക്കേച്ചർ സ്വഭാവമുള്ള, എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്താലും ഇന്ത്യയിൽ ഇനി ഫ്യൂച്ചറിലാണെങ്കിൽ പോലും റെലവന്റ് ആയി നിൽക്കുന്ന ഒരു പടമുണ്ട്. ടാക്സ് പേയേഴ്സിന്റെ പൈസ എടുത്ത് മിസ്യൂസ് ചെയ്യുന്ന ഉപജാപകരും ആ ഉപജാപകർ നാടിന് വികസനം കൊണ്ടുവരും എന്ന് വിശ്വസിച്ചിരിക്കുന്ന വികലാംഗനായ പൊതുജനവും ഒടുക്കം അവരുടെ വിക്റ്റിമായി തീരുന്ന അതേ വികലാംഗനും. 2023-ൽ KG ജോർജ് സാർ മരിക്കുന്നതിന് മുന്നേ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് അർഹിച്ചിരുന്ന യഥാർത്ഥത്തിലുള്ള പ്രൈസും അംഗീകാരവും സോഷ്യൽ മീഡിയയിലൂടെയും പല ഫിൽം മേക്കേഴ്സിൽ നിന്നും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാവും. അതെല്ലാ ക്ലാസിക് ഫിൽം മേക്കേഴ്സിനും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല, പക്ഷെ അത് KG ജോർജ് സാറിന് കിട്ടിയിരിക്കും എന്ന് വിശ്വസിക്കുന്നു.